എടി സോറി സത്യം പറഞ്ഞാൽ നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ നമ്മുടെ ഫ്രണ്ട് അംജിത്ത് അവൻ വിളിച്ചൊന്ന് കാക്കനാടാക്കുമെന്ന് ചോദിച്ചു. അതാ ലേറ്റായി പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ പൊന്നുമോൻ എനിക്ക് പോസ്റ്റ് തരില്ലല്ലോ. എനിക്ക് സീനില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നീ വിട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാനെപ്പോഴും കൂടെ തന്നില്ലേ? അല്ല, നീ കല്യാണത്തിന് പിന്നെ ലേറ്റ് ആയിട്ടാ വരാ. അപ്പോൾ എന്താടി അങ്ങനെ ടോക്ക്? വേണേ തലേന്ന് രാത്രി എണ്ണ അടിച്ചിട്ട് ഞാൻ കല്യാണപ്പന്തലേക്ക് കയറിയിരിക്കും. കാണണോ? ഓവ് ചേട്ടാ, നിനക്ക് വാട്ടർമെലൺ അല്ലേ? ചേട്ടാ ഒരു വാട്ടർമെലൺ. ഓക്കെ, കഴിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ഓക്കെ. പിന്നെന്തായി, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? എവിടെ സമയം കിട്ടാനാ? നാളെ എങ്ങനെ പോയി എടുക്കാം. ഒരു കോട്ട് സൂട്ട് എടുത്താൽ പോരെ? നാളെ പോവാം. പൈസയ്ക്ക് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇട്ടേക്കാം. അതില്ലാതെ കാര്യം നടക്കാതിരിക്കണ്ട. എടി, ഈ വീഡിയോ കണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിൻ്റെയാ. ഇവൻ വിളിച്ച വീഡിയോഗ്രാഫറെ നമ്മുടെ കല്യാണത്തിന് വിളിച്ചാലോ? സിനിമാറ്റിക് ലെവൽ വീഡിയോ കിട്ടും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടല്ലേ കയറി കത്തും. നമുക്ക് ഈ വർഷത്തെ ട്രെൻഡ് സെറ്റ് ചെയ്യാം. ഒന്ന് പോയേ, അവൻ്റെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ വെഡ്ഡിങ്. ഇതൊക്കെ ഒരുമാതിരി കുഞ്ഞു പിള്ളേരുടെ ഏർപ്പാടാ. ഈ വരുന്ന സൺഡേ നമ്മുടെ കല്യാണമാണ്. ചിലവ് എത്രയും ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുക്കാനാണ് ഞാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ വെഡ്ഡിങ്. ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ മൊമെൻറ്റ്സ് ഒന്ന് ക്യാപ്ചർ ചെയ്യണം, അത്രയും മതി. അതിനുള്ള ആളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു. എടി, നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് നാട്ടുകാരെ കൂടി കാണിച്ചാൽ എന്താ പ്രശ്നം? പ്രത്യേകിച്ചും ആ മൂദേവി, അവൾ എനിക്ക് കാണിക്കണം. എനിക്ക് അവളെ കൊതിപ്പിക്കണം. ആ ബെസ്റ്റ്. നിന്റെ സിനിമാറ്റിക് ലെവൽ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരി കൊതിക്കാൻ പോവുമല്ലേ? പ്രാക്ടിക്കലായൊരു കാര്യം ഞാൻ പറയട്ടെ. US അവളെ കൊതിപ്പിക്കേണ്ടത് നമ്മുടെ പൂട്ടിപ്പോയ പഴയ ബിസിനസ്സില്ലേ, അത് റീസ്റ്റാർട്ട് ചെയ്തോണ്ടാ. അത് അന്തസ്. നീ എന്നെ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. ഞാനൊന്നും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലേ ഇതൊക്കെ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. എന്താ, നിനക്കതിൽ വല്ല സംശയം വല്ലതും ഉണ്ടോ? എന്നാ പറ കേക്കട്ടെ, എന്തൊക്കെയാ നേട്ടങ്ങൾ? ഓക്കെ, ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വളരെ വാശിക്ക് തന്നെയാണ് എൻ്റെ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോയത്. പിന്നെ അത് പൂട്ടിപ്പോയി. പക്ഷെ അതിൻ്റെ തെറ്റല്ലല്ലോ. അവളെന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ടാറ്റയോ ബിർളയോ അല്ലെങ്കിൽ ചെറിയൊരു അംബാനിയെങ്കിലും ആവേണ്ട ആളായിരുന്നു ഞാൻ. പിന്നെ അടുത്ത എന്താ? പിന്നെ പറയാനുള്ളത് എൻ്റെ പുതിയ SUV. 1 വർഷം കൊണ്ടാണ് ഞാൻ ആ SUV വാങ്ങിച്ചത്. അത് വിൽക്കേണ്ടി വന്നു, എന്നാലും ഞാൻ വാങ്ങിച്ചല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാം നേടാനുള്ള ത്വര മാത്രമേ ഉള്ളൂ അല്ലേ? ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബേബി. ഇനി എനിത്തിങ് എൽസ്? പിന്നെ നിന്നെ കെട്ടണമെന്നുള്ളതും എൻ്റെ ഒരു വാശിയായിരുന്നു. ഇപ്പോൾ അതാ അടുത്ത ആഴ്ച കല്യാണം, അതുമായി. പിന്നെ നിന്നെ കെട്ടാൻ ഏതറ്റം വരെ പോകുമെന്നും ഞാൻ കൂട്ടുകാരന്മാരുമായിട്ട് വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കാണുമ്പോൾ നിനക്ക് എന്നെ ആറ്റിറ്റ്യൂഡായിരുന്നു. എന്നെ കാണുമ്പോഴേ വെറുപ്പായിരുന്നു. എൻ്റെ പൊന്നു മോളെ, ഒരൊറ്റ വർഷം കൊണ്ട് നിന്നെ ഞാൻ കയ്യിലെടുത്തില്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ വരെ നിന്നെ കൊണ്ട് എത്തിക്കാമെങ്കിൽ, നിന്നെ കെട്ടാമെങ്കിൽ എനിക്കെന്തും പോസിബിളാണ്. അതാ പറഞ്ഞത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മെൽവിൻസ് ഈഗോ. ഞാനിപ്പോൾ വരാം. നീ ഇതോടെ പോവാ. നിന്നെ കെട്ടണമെന്നുള്ളതും എൻ്റെ ഒരു വാശിയായിരുന്നു. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മെൽവിൻസ് ഈഗോ.
പപ്പ, ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുന്നുണ്ട് പപ്പയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 10-200 പേരെ വിളിച്ചതാണ്. അത് മാറ്റി പറയണം. അതൊരു ബുദ്ധിമുട്ടല്ലേ? അതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറിപ്പോ കുറച്ച് കാശൊക്കെ പോയിട്ടുണ്ട്. അതൊരു വിഷയം. കാശ് ഞാൻ തന്നേക്കാം. ഇനി എങ്കിന്റെ ഇഷ്ടം പോലെ, വേറൊരു കുഴപ്പമില്ല. മമ്മയോടും കൂടെ ഒന്ന് ചോദിക്കാവോ? വന്നേ, അവള് വിളിക്കുന്നു. എന്താ നിനക്കിപ്പോ ഇങ്ങനെ ഒരു തോന്നൽ? വേണ്ടാന്ന് തോന്നി. മമ്മയ്ക്ക് ഓക്കെ അല്ലേ? നിന്റെ കല്യാണം, നിന്റെ ജീവിതം, അതിനിപ്പോ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഓക്കെ അമ്മ, ഞാനൊരു 1 hourനുള്ളിൽ വിളിക്കാം. ഇറങ്ങിയിട്ട് വിളിക്കാം. ശരി, ബൈ. നീ ഇതവിടെ പോയതാ? മെൽവിൻ, ഐ എം ബാക്കിംഗ് ഔട്ട്. എന്തോന്ന്? ഐ എം സീരിയസ്. എനിക്കെന്തോ നെഗറ്റീവ് ഫീലൊക്കെ പോലെ. ഇത് ശരിയാവില്ല. ഐ എം സോറി. അല്ല, ഇതെന്താ നിൻ്റെ പ്രശ്നം? ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. അത് കേട്ടാണോ? അല്ലേലും നിനക്കുള്ളതാ ഈ ഓവർ റിയാക്ഷൻ. അത് ഇതുവരെ മാറാറായില്ലേ? എടി 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 നീ ഇങ്ങനെ സില്ലി കാര്യത്തിനാണോ സീരിയസ് ആവുന്നേ? 5 കൊല്ലമായിട്ട് നമ്മൾ സ്നേഹിച്ചതല്ലേ? നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ലേ? എടി മറുപടി പറ. ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. റീമ, വരുന്ന ആഴ്ച നമ്മുടെ കല്യാണമാണ്. നമ്മളിവിടെ ഡേറ്റിങ്ങിന് വന്നേക്കുന്ന കപ്പിൾസ് അല്ല, 5 വർഷമാണ്. നിനക്കെന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ കഴിഞ്ഞാൽ തന്നെ എന്താ? വേണ്ടാന്ന് വെക്കാൻ പാടില്ലേ? അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മതിയോ? മതി. റീമ, എൻ്റെ ക്ഷമ നശിക്കുന്നുണ്ട്. നിനക്കെന്തിൻ്റെ സൂക്കേടാടി? ഞാനെന്താ നിൻ്റെ കളിപ്പാവയാ? നിനക്ക് തോന്നിയ ദിവസമൊക്കെ കാണിക്കാനും വേണ്ടെന്നൊക്കെ പറയാനും. റീമ, കളിക്കല്ലേ. അവസാനമായിട്ട് ചോദിക്കുക, ആർ യു സീരിയസ്? അതെ. എങ്ങോട്ടാ? അവിടെ ഇരിക്കുക. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. റീമ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കാര്യങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. ഇവിടെയെല്ലാം സിമ്പിളാണ് മെൽവിൻ. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുക. ദാറ്റ്സ് ഇറ്റ്. ഓരോരോ മയിര്. നിനക്ക് എത്ര തന്നുണ്ടോ ഇപ്പം? നീ ഇപ്പോൾ വെറും പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ സംസാരിക്കുന്നേ. ആദ്യം കുറേ നാൾ ടോമിയുടെ കൂടെ ശവം, അവനെ എടുത്തപ്പോൾ എൻ്റെ കൂടെ. ഈ 5 വർഷത്തിനുള്ളിൽ നീ എത്ര തവണ എൻ്റെ കൂടെ കിടന്നിട്ടുണ്ടേ? എന്തായാലും നീ പോവല്ലേ? എന്നാൽ ഇതൂടെ കേട്ടോ, എൻ്റെ വെറും ഒരു വാശിയായിരുന്നേ നീ. കള്ളും പുറത്ത് വെച്ച വെറും ഒരു ബെറ്റ്. അത് ഞാൻ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇനിയൊന്നുമില്ല. നിൻ്റെ ജീവിതം സോറി. എന്താ? എന്താടി? എന്തു പറ്റി? ഒന്നുമില്ല. എന്തിനാ ചിരിക്കുന്നേ? എടി, നീ ചിരി നിർത്തിയിട്ട് കാര്യം പറ. നിനക്കെന്താ എന്നെ കണ്ട് ജോക്കറായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? എന്താ അറിയുമോ? എന്താ ആളെ കളിയാക്കുവാണോ? റീമ, ഇനി നീ ചിരിച്ചാ എൻ്റെ കൈ നിന്റെ മുഖത്തിരിക്കും.
ദാ നീ ഈ പൈസ വെച്ചോ. ഇത് വെച്ച് ജ്യൂസ് മേടിക്കേ പെട്രോൾ അടിക്കേ നീ എന്താന്ന് വെച്ചാ ചെയ്യും. അപ്പം ശരി, കാണാം. ഓക്കെ ബൈ. അവൻ്റെ ഒരു മെൽവിൻ സീഗോ.